സമീപകാലത്ത് പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് ഷിഗല്ല അണുബാധ അല്ലെങ്കിൽ ഷിഗല്ലോസിസ്. പ്രത്യേകിച്ച് കുട്ടികളിലും വയോധികരിലും പ്രതിരോധശേഷി കുറവുള്ളവരിലും ഈ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഷിഗല്ല അണുബാധ? എങ്ങനെയാണ് ഇത് പകരുന്നത്? എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ചികിത്സയും പ്രതിരോധ മാർഗങ്ങളും എന്തൊക്കെയാണ് നോക്കാം. ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. മലിനമായ ഭക്ഷണം, കുടിവെള്ളം അല്ലെങ്കിൽ രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കം എന്നിവയിലൂടെ ഈ അണുബാധ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. ശുചിത്വക്കുറവ്, കൈകൾ നന്നായി കഴുകാതിരിക്കുക, മലിനജല ഉപയോഗം തുടങ്ങിയവ രോഗവ്യാപനത്തിന് പ്രധാന കാരണങ്ങളാണ്. ഷിഗല്ല അണുബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ശരീരക്ഷീണം എന്നിവയാണ്. ചിലരിൽ വയറിളക്കത്തോടൊപ്പം രക്തമോ കഫമോ കാണപ്പെടാനും സാധ്യതയുണ്ട്. അണുബാധ ഉണ്ടായതിനു ശേഷം സാധാരണയായി 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ചിലപ്പോൾ രോഗം ലഘുവായിരിക്കാം. എന്നാൽ ഗുരുതരമായ കേസുകളിൽ ശരീരത്തിൽ ജലാംശം കുറയുകയും ആശുപത്രി ചികിത്സ ആവശ്യമായി വരികയും ചെയ്യും. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് ശ്രമിക്കുന്നതിനേക്കാൾ ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നതാണ് നല്ലത്. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ആന്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളും നൽകാറുണ്ട്. വയറിളക്കത്തെ തുടർന്ന് ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന ജലവും ലവണങ്ങളും പുനഃസ്ഥാപിക്കാൻ ധാരാളം വെള്ളവും ORS ലായനിയും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഷിഗല്ല അണുബാധ തടയാൻ വ്യക്തി ശുചിത്വം പാലിക്കുക. ഭക്ഷണത്തിന് മുമ്പും ശൗചാലയം ഉപയോഗിച്ചതിനു ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണം വൃത്തിയായി തയ്യാറാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. ഓർക്കുക, ചെറിയ അശ്രദ്ധ പോലും രോഗവ്യാപനത്തിന് കാരണമാകാം. അതിനാൽ ശുചിത്വം പാലിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുകയും ചെയ്യുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ന്യൂസ് ഡെസ്ക്, വാർത്താ മലയാളം.